നമസ്കാരം. മാധ്യമങ്ങളിലൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ രാഹുൽ മാക്കൂട്ടത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും അവരുടെ ചാനൽ നിലനിന്ന് പോകില്ല. അല്ലെങ്കിൽ അവരുടെ ചാനലുകളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടെ ഒരു പുതിയൊരു ന്യൂസ്, അതായത് രാഹുൽ മാക്കൂട്ടം ഉൾപ്പെട്ട കേസിനകത്ത്, അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ മറ്റൊരു കേസ്, രാഹുൽ മാക്കൂട്ടവും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കേസ്. ഒരു ഹെഡിങ്ങാണ്, രാഹുൽ മാക്കൂട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കേസ്. എന്താ കേസ് എന്നുള്ളതെന്ന് നോക്കണം. അതായത് രാഹുൽ മാക്കൂട്ടം പാലക്കാട്ടിലെ MLA ആണ്. അവിടെ ഒരു സ്കൂളിലെ ഒരു പരിപാടിക്ക് കുട്ടികളൊക്കെ ഉള്ള ഒരു കുറേയധികം കുട്ടികളുള്ള LKGയോ അല്ലെങ്കിൽ LP സ്കൂളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ UP സ്കൂളായിരിക്കാം. ആ സ്കൂളിലെ ഒരു ഫങ്ഷനിൽ അവിടുത്തെ സ്ഥലം MLAനെ ക്ഷണിച്ചു. MLA അവിടെ വന്ന് കുറേയധികം കുട്ടികളുമായിട്ട് സംവദിക്കുകയും അതുപോലെ ആ കുട്ടികൾ കാണിച്ച ഒരു സ്നേഹപ്രകടനമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെയുള്ളൊരു സ്വീകാര്യത അത് വീണ്ടും ഇവരെ വിരളി പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ട്, അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉള്ള പീഡന പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്കൂൾ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി പ്രകാരം ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നൊക്കെയാണ് അറിവ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അറിവ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ഥലത്തിലെ MLA ആ MLA പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെ ഒരു സ്കൂളിലെ ഒരു ഫംഗ്ഷൻ ആ MLAനെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് MLA പോകണം. അപ്പോൾ MLA പോയതിലോ ഇതിലൊന്നും അല്ല ഇവർക്ക് കാര്യം. കാരണം അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് വാർത്തയാക്കാം. ഇപ്പോൾ ഇവരുടെ കോടതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളാണല്ലോ. അതായത് മരംകൊത്തി ചാനൽ നമുക്കറിയാം. കൈരളി ചാനൽ ആരും കാണാതെ വന്നതോടുകൂടി CPMകാർക്ക് അല്ലെങ്കിൽ പിണറായിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്, മരംകൊത്തി ചാനൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനൽ. അത് തന്നെയാണ് ഇപ്പോൾ ശരിക്കും അവിടുത്തെ ഒരു മെയിൻ അവതാരകനുണ്ട്, മുട്ട അരുൺകുമാർ എന്ന് പറയുന്നത്. എന്തൊക്കെ ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഏത് കാര്യത്തിലാണ് ഡോക്ടറേറ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാകും. അതോടൊപ്പം തന്നെ മറ്റു കുറേ മാധ്യമ പ്രവർത്തകരും ഉണ്ട്, അതിന് കുട പിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്ത് നിൽക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകർ. അപ്പോൾ ഇവർക്കൊക്കെ ഇതൊരു വാർത്തയാക്കുക. അതായത് രാഹുൽ മാക്കൂട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കേസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഒരു പ്രത്യേക ആംഗിളിൽ കാണണം. അതാണ് ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം. അതായത് ഒരു കാര്യകാരണവും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നിഴൽ പോലും രാഹുൽ മാക്കൂട്ടം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസിനകത്ത് വരാൻ പാടില്ല. അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നേരെ ഒരു കരിനിഴൽ വീഴ്ത്തുക, അങ്ങനെ ഒരു ആരോപണത്തിലൂടെയെങ്കിലും, അതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊന്ന് കാണേണ്ടത് ആ ഒരു വ്യക്തിയെ എത്രമാത്രം ഒരു ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എത്രമാത്രം ഭയപ്പെടുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൂടെ പാലക്കാട് നിന്ന് അദ്ദേഹം അടൂരിലേക്ക് പോയ വഴിക്ക് റാന്നിയിൽ പഴകുളം മധു അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവരുടെ കൺവെൻഷൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ കാറിൽ കടന്നു പോയ സന്ദർഭത്തിൽ അവിടെ ആ കൂടിയിരുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് UDF നേതാക്കന്മാരും അണികളും എത്രമാത്രം സ്നേഹത്തോടുകൂടി ആ ഒരു വളരെ കരുതലോടുകൂടി രാഹുൽ മാക്കൂട്ടത്തെ എതിരേൽക്കുന്നു, സ്നേഹിക്കുന്നു. ആ ഒരു വികാരം, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും, പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി എങ്ങനെ ചിന്തിക്കണം, പറയണം, പ്രവർത്തിക്കണം, ഇടപെടണം എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു തെളിവ് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലെത്തിയിരിക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് രാഹുൽ മാക്കൂട്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനോട് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽപ്പെട്ടവർക്കും മറ്റു പാർട്ടികളിൽപ്പെട്ടവർക്കും ഒരു അസൂയ മൂത്ത വൈരാഗ്യം അത് നിഴലിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ ആ പീഡന പരാതികളിലെല്ലാം വന്നിരിക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെയാണല്ലോ VD സതീശൻ ആ കാര്യത്തിന് അത് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഈ മറ്റുള്ള കൂട്ടുമുന്നണിയായത്, അതാണ് നമ്മൾ എപ്പോഴും SSP എന്ന് പറയുന്നത്, സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും. ഇവർ മൂന്ന് കൂട്ടരും കൂടെ കൂടിക്കൊണ്ട് ആ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത്
ഒതുക്കി ഇല്ലാതാക്കിക്കൊണ്ട് ആക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പോലും കൂടെ ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ജനപ്രീതി ഒന്ന് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കണം. അതായത് ഇന്നിപ്പോൾ ശരിക്കും കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ ഒരു ജനസ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഏതാണ് അല്ലെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ മറുപടി പറയും അത് രാഹുൽ മാക്കൂട്ടം ആണ് എന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ പറയും. അതിനുശേഷം ഇവിടെ വി.ഡി. സതീശനാണെങ്കിലും അതുപോലെ പിണറായി വിജയനാണെങ്കിലും അതുപോലെ തന്നെ മറ്റേതൊരു നേതാക്കന്മാർക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും ഇനിയിപ്പോൾ പിണറായിയുടെ മകളെ 2ാം കെട്ട് കെട്ടിയ വരുമാൻ മന്ത്രിക്കാണെങ്കിലും അത്രയൊക്കെ ജനപിന്തുണയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി നിർത്തണം എന്നുള്ള ഇവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തീവ്രമായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വൈരാഗ്യ ബുദ്ധിയോട് കൂടിയ ഒരു ചിന്താഗതി, അതിൻ്റെ ഫലമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഒരു എന്താ പറയുക ഒരു തരം ഉളുമ്പ് കേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ളൊരു പരാതി ഈ പറഞ്ഞ പോലീസിനും ബാലാവകാശ കമ്മീഷനും ചെന്നിരിക്കുന്നത്. എത്ര ആഭാസമാണ്! ഇങ്ങനെയൊക്കെ ഒരു പരാതി തന്നെ കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരാതിയെ പറ്റി റിപ്പോർട്ട് തേടിയെന്നാണ് പറയുന്നത് ബാലാവകാശ കമ്മീഷൻ. സ്വാഭാവികമായിട്ട് പരാതി കൊടുക്കുമ്പോൾ റിപ്പോർട്ട് തേടുമായിരിക്കും, തേടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ എത്ര ഗൗരവമുള്ള ഈ കേരള സംസ്ഥാനത്ത് എത്രയോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്. ആ ഗൗരവത്തിൽ അത്തരം വിഷയങ്ങളിലൊന്നും ബാലാവകാശ കമ്മീഷനോ ഇവിടെ നിന്ന് എവിടെ ഇറങ്ങി പ്രവർത്തിച്ചതായിട്ടൊന്നും കേൾക്കുന്നില്ല. പലരും വ്യക്തമായിട്ട് പരാതി തന്നെ കൊടുത്തിട്ട് അത്തരം പരാതികളൊക്കെ ഒരു തരം ഈ എന്താ പറയുക ഒരു വെള്ളത്തിലെ കുമ്പള പോലെ ഉള്ള പരാതികളാക്കി മാറ്റിക്കളയുക എന്നുള്ള ഒരു രീതിയും കൂടെയാണ് പലപ്പോഴും ബാലാവകാശ കമ്മീഷൻ പോലും കൂടെ എടുത്തിരിക്കുന്ന നിലപാടുകൾ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തേടി ഓക്കെ, ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ അതിനുള്ള അധികാരം ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണല്ലോ അങ്ങനെ റിപ്പോർട്ട് തേടുന്നത്. ആ റിപ്പോർട്ടിൽ അത് ഒരു വാർത്തയാക്കാം. കാരണം ഇവിടെ ഈ മാധ്യമങ്ങൾക്കൊക്കെ ഇതൊരു വാർത്തയാക്കുക എന്നുള്ളതാണല്ലോ, അതിനു വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ദയനീയാവസ്ഥ കൂടി കാണണം, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ. കാരണം ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഈ നിഴൽപീഡന പരാതിയുടെ പേരിൽ ഒതുക്കുമ്പോൾ അതിനേക്കാളും 4 ഇരട്ടി ഗൗരവമുള്ള, അതായത് 3 പതിറ്റാണ്ടുകളിലധികം കോൺഗ്രസിനെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് കോൺഗ്രസിനെ തെറി പറഞ്ഞുകൊണ്ട് CPM-ൻ്റെ അടിയുറച്ചു നിന്ന പാലക്കാട് ജില്ലയിലെ CPM-ൻ്റെ ശക്തനായിട്ടുള്ള ഒരു നേതാവ്, അതുപോലെ തന്നെ മുൻ ഷൊർണൂർ MLA, KTDCയുടെ മുൻ ചെയർമാൻ P.K. ശശി ഈ ഇലക്ഷൻ അടുത്ത് വന്നപ്പോഴത്തേക്കും CPM-ൽ നിന്ന് രാജിവെച്ചുകൊണ്ട് നേരെ കോൺഗ്രസ് പാളയത്തിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പം ആ P.K. ശശിയെ എടുത്ത് തോളത്ത് വെക്കുന്നു. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പീഡനങ്ങളുടെ അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ആ കേസ് കോടതിയിൽ പോലും കൂടെ പീഡനവും ഇല്ല, അതുപോലെ തന്നെ ഗർഭാലസിപ്പിക്കലും ഇല്ല എന്നുള്ളത് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കെ അതിനേക്കാളും 4 ഇരട്ടി പെണ്ണ് വിഷയങ്ങളിൽ ഉൾപ്പെട്ട P.K. ശശിയെ എടുത്ത് തോളത്ത് വെക്കുമ്പോൾ ഈ വി.ഡി. സതീശൻ്റെ നിലപാട് ഇവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ ശക്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് വി.ഡി. സതീശ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന താങ്കളുടെ ആ ഒരു ബോധ്യം എന്താണ്? കടല് ഇളകി വന്നു കഴിഞ്ഞാലും എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ഈ P.K. ശശിയെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പറവൂരിലെ ജനങ്ങൾക്ക് പലർക്കും താങ്കളുടെ പല മുൻ ലീലാവിലാസങ്ങളും ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റിയും താങ്കൾ പറയേണ്ടതുണ്ട്. കാരണം പൊതുസമൂഹത്തിനോട് ഉത്തരം പറയാൻ താങ്കൾക്കും ബാധ്യതയുണ്ട്. കാരണം താങ്കളും രാഹുൽ മാക്കൂട്ടത്തെ പോലെ തന്നെയുള്ള ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് താങ്കൾക്ക് അറിയില്ലെങ്കിൽ താങ്കളെ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുന്നു. താങ്കൾ അതിനുള്ള മറുപടിയും ഉണ്ടാകും. കാരണം പൊതുസമൂഹത്തിലേക്ക് അതിനുള്ള മറുപടി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.